ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് കടച്ചക്ക കൊണ്ട് കടച്ചക്കയെന്നും കടപ്ലാം ചക്കയെന്നും ബിലാത്തി ചക്കയെന്നും ശീമച്ചക്കയെന്നും പല പേരുകളുണ്ട്. അത് നിങ്ങളുടെ നാട്ടിൽ ഏത് പേരാണോ അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഞങ്ങൾ കടച്ചക്ക, കടപ്ലാം ചക്ക എന്ന് പറയുന്നു, ശീമച്ചക്ക എന്ന് പറയുന്നു. നമുക്കിന്നോട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. നമ്മൾ സ്റ്റൂ ഉണ്ടാക്കും, ഇറച്ചിക്കറി പോലെ ഉണ്ടാക്കും, മസാലക്കറി ഉണ്ടാക്കും. അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോഴും ഏറ്റവും എളുപ്പത്തിൽ കഴിക്കാൻ പറ്റുള്ള ഒരു റെസിപ്പിയാണ് മെഴുക്കുവരട്ടി. നമ്മുടെ മധ്യ തിരുവിതാംകൂറിലൊക്കെ പ്രധാനപ്പെട്ട കറിയാണല്ലോ. കറി എന്ന് പറയാൻ പറ്റത്തില്ല, മെഴുക്കുവരട്ടി. അപ്പോൾ ഇത് തൊലി മാത്രം ചെത്തിയാൽ മതി. പിന്നെ നടക്കത്തില്ല, കോഞ്ഞിൽ എന്നൊക്കെ പറയും. അതുകൂടി ചെത്തി മാറ്റിയ ശേഷം ചെറുതായിട്ട് അരിയുക. അപ്പം അരിയുമ്പം ഓരോന്നിനും ഓരോ സ്റ്റൈൽ അരിച്ചില്ല. ഇപ്പം നമ്മൾ സ്റ്റൂവിനൊക്കെ അരിയുമ്പം ഒരല്പം ചതുര കഷ്ണങ്ങളൊക്കെ അരിയും. തോരനോ അല്ലെങ്കിൽ മെഴുക്കുവരട്ടിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കനം കുറച്ച് ഒരു തീപ്പൊട്ടിക്കൊള്ളിയുടെ ഒക്കെ ആ ഒരു കനത്തിലൊക്കെ നമുക്ക് എടുക്കണമെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. മൊരിയാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ അകത്തെ ഭാഗം. ഇപ്പോൾ പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ കടച്ചക്ക എന്താണെന്ന് പോലും കണ്ടിട്ടില്ലാത്ത ആൾക്കാരും കേട്ടിട്ടില്ലാത്ത ആൾക്കാരും ഉപയോഗിച്ചിട്ടില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നടക്കത്തെ പൂജിൽ കെട്ടി കളഞ്ഞ ശേഷം മാത്രമേ കറി വയ്ക്കാൻ അത് വേഗത്തില്ല, ഒട്ടും വേഗത്തില്ല, നല്ല കട്ടി പോലെ കിടക്കും. അപ്പോൾ കൂഞ്ഞിൽ അല്ലെങ്കിൽ പൂഞ്ഞിൽ എന്ന് പറയുന്ന ആ ഭാഗം മുറിച്ച് കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിയെടുക്കുക. ഞാനിപ്പോൾ സവാളയാണ് അതിൻ്റെ കൂടെ ചേർക്കുന്നത്. ഒരു പകുതി എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ കാണിച്ച ആ ഒരു ഫ്രൂട്ടിൻ്റെ പകുതി, ഫ്രൂട്ടിൻ്റെ പുറത്ത് ഇംഗ്ലീഷിൽ പറയുന്നത് പോലെ ബ്രെഡ് ഫ്രൂട്ട് എന്നാണ്. ഈ രീതിയിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കുക. സവാളയും അതേ രീതിയിൽ തന്നെ നമുക്ക് ഇത് കണ്ടോ, ഈ രീതിയിൽ കനം കുറച്ച് സവാളയും അതൊക്കെ ഒരേ കനത്തിൽ തന്നെ അരിഞ്ഞെടുക്കുക. ഇനി എളുപ്പ വഴി നമ്മുടെ ക്ഷണിച്ചിട്ട് അടുപ്പത്ത് വയ്ക്കുക. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിക്കുക. ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഉള്ളിമുളക് ഇടിക്കുന്നതിന് പോരാ. ഇത് ചെറിയ ഉണ്ടമുളകാണ്. പാണ്ടി നാട്ടിൽ നിന്ന് വാങ്ങിച്ചാൽ, ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. അത് ചതച്ച് വയ്ക്കുക. നമ്മുടെ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ശീമച്ചക്കയുടെയും സവാളയും കൂടി അതിലേക്ക് ഇട്ട് അതിൻ്റെ മീതെ നമ്മൾ ആ ചതച്ച 4 ഉണ്ടമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് അല്ലെങ്കിൽ പിങ്ക് സാൾട്ട് ഉപ്പ് ചേർത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞപ്പൊടി അതൊക്കെ ചേർക്കാം. ഞാനൊന്നും ചേർക്കുന്നില്ല. കറിവേപ്പിലൊക്കെ ചേർക്കാം. അതൊന്നുമില്ല. നമുക്കിവിടെ വെളിച്ചെണ്ണയും ഉപ്പും മുളകും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇനി നന്നായിട്ട് ഇളക്കി കൂട്ടുക. ഒരല്പം വെള്ളം ഒഴിക്കുക. അതുപോലെ കറി ഇച്ചിരി മൂപ്പ് കുറവുള്ളതാണ്, കുറച്ച് വേവുണ്ടാവും. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മൂടി വെച്ച് വേവിച്ച് നോക്കാം. ഒരു വേവായിട്ടുണ്ട്, പക്ഷെ വെള്ളം വറ്റിയിട്ടില്ല. ഒന്നുകൂടി നമുക്ക് മൂടി വെച്ചിട്ട് വീണ്ടും ഒന്ന് വേവിക്കാം. ഇളക്കി യോജിപ്പിച്ചിട്ട് മൂടി വെച്ചിട്ട് നോക്കാം ഒന്നടി. അപ്പം ഇപ്പം ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വെള്ളം വറ്റിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് തൊലർത്തി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കടപ്ലാം ചക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഇത് നോൺ സ്റ്റിക്കിൻ്റെ മണ്ണിലേക്കാണെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കാതെ കുറച്ചൊക്കെ ഒഴിച്ച് നല്ല മുരിമുറിച്ചെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഒരു ഡയറ്റ് പ്ലാൻ പോലെ ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ മുരിക്കാനും നിൽക്കുന്നില്ല, ഒത്തിരി ഡ്രൈ ആവാനും നിൽക്കുന്നില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ഇപ്പം കടച്ചക്ക സീസണാണ്. കടച്ചക്ക കിട്ടുന്നവർ വാങ്ങി കടച്ചക്ക മെഴുക്കുവരട്ടി തോരനോ സ്റ്റൂവോ ഒക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.